CPM എന്ന് പറയുന്ന പാർട്ടി ഒരു പാഠം പഠിക്കാൻ, രാഷ്ട്രീയമായ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ ഒത്തിരി സമയമെടുക്കും. അവരെ കവിഞ്ഞ ആളില്ലെന്നാണ് അവിടെ ഒരു വിചാരം. കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ്, അതിനുശേഷം നടന്ന തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പ്, ഇവിടെയൊക്കെ പാർട്ടിക്കും ആ പാർട്ടി നയിക്കുന്ന മുന്നണിക്കും വലിയ തിരിച്ചടി ഉണ്ടായി, തകർച്ചയുണ്ടായി. പക്ഷേ അതിൻ്റെ കാരണങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുന്നതിന്, അല്ലെങ്കിൽ അവ മനസ്സിലായെങ്കിൽ അതനുസരിച്ച് അവരുടെ പ്രവർത്തന ശൈലിയിൽ മാറ്റം വരുത്തുന്നതിൽ അവർ തയ്യാറായില്ല. ഇപ്പോഴത്തെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് CPMൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ തിരിച്ചടികളിലൊന്നാണ് ഉണ്ടായിരിക്കുന്നത്. മുന്നണിയുടെ കാര്യത്തിലും അതുതന്നെയാണ്. എന്നിട്ടും ആ പാർട്ടിയിൽ അനിതര സാധാരണമായ അടിമത്തം നിലനിൽക്കുന്നത് കാണുമ്പോൾ, പേടി ഇപ്പോഴും ആ പാർട്ടിയെ ഗ്രസിച്ചു നിൽക്കുന്നത് കാണുമ്പോൾ നമ്മളിതല്ലാതെ എന്താണ് പറയുക? ഈ തെരഞ്ഞെടുപ്പിലെ CPMൻ്റെയും LDFൻ്റെയും പരാജയത്തിന് ഏറ്റവും പ്രധാന കാരണക്കാരനായ, അല്ലെങ്കിൽ പാർട്ടിയെ നാശത്തിലേക്ക് നയിച്ച പിണറായി വിജയനെ തന്നെ വീണ്ടും പ്രതിപക്ഷ നേതാവാക്കണമെന്ന് 35 പേര് മാത്രമേ ഉള്ളൂ പ്രതിപക്ഷത്ത്, LDFൽ. ആ പ്രതിപക്ഷത്തിൻ്റെ നേതാവാക്കണമെന്ന് ആ പാർട്ടിയിലെ ഒരു വിഭാഗം ശഠിക്കുമ്പോൾ, അല്ലെങ്കിൽ ആഗ്രഹിക്കുമ്പോൾ, അല്ലെങ്കിൽ അതിനുള്ള ചരടുവലികൾ നടത്തുമ്പോൾ ഈ പാർട്ടിയിലെ അവസ്ഥ ഇപ്പോഴും എന്താണെന്ന് നമുക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കും. പ്രധാനപ്പെട്ട ഘടകകക്ഷിയായ CPI, അവർ സാധാരണഗതിയിൽ CPMൻ്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടുന്ന പതിവില്ലാത്തവരാ. അവർ പോലും പറയുന്നു, നിങ്ങളുടെ പ്രതിപക്ഷ സ്ഥാനത്തേക്ക് മറ്റൊരാളെ കണ്ടെത്തണം, പിണറായി വിജയനെ വീണ്ടും പ്രതിപക്ഷ നേതാവാക്കുന്നത് ശരിയല്ല. അദ്ദേഹമാണ് ഈ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിൻ്റെ പ്രധാന കാരണം. അത്തരത്തിലൊരാൾ വീണ്ടും ആ തോൽവിക്ക് ശേഷവും LDFൻ്റെ മുഖമായിട്ട് തുടരുമ്പോൾ ജനങ്ങൾ അതിനെപ്പറ്റി എന്തായിരിക്കും ധരിക്കുക? പാർട്ടി സെക്രട്ടേറിയറ്റിലാണ് ഈ ചർച്ച ഉണ്ടായത്. അതിൽ പങ്കെടുത്ത് സംസാരിച്ച ചിലർ പിണറായി വിജയൻ്റെ ഏകാധിപത്യ മനോഭാവവും ധാർഷ്ട്യവുമാണ് ഈ തെരഞ്ഞെടുപ്പ് പരാജയത്തിൻ്റെ പ്രധാന കാരണമെന്ന് തുറന്നടിക്കുകയും ചെയ്തു. എന്നിട്ടും CPMലെ ചിലർ പിണറായി വിജയൻ തന്നെ പ്രതിപക്ഷ നേതാവാകണമെന്ന നിർബന്ധ ബുദ്ധിക്കാരാ. 2021 UDFന് സമാനമായൊരു സാഹചര്യം ഉണ്ടായതാ. അന്ന് അവർക്കൊരു വലിയ തിരിച്ചടി പറ്റി. പിണറായി 2ാം വട്ടം അധികാരത്തിലെത്തുന്നു. അപ്പോൾ അവർ ചെയ്തത്, പ്രതിപക്ഷ നേതാവായിരുന്ന, അല്ലെങ്കിൽ പരാജയം സംഭവിക്കുമ്പോൾ പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തലയെ ഒഴിവാക്കിയിട്ട് സതീശനെ ആ സ്ഥാനത്തേക്ക്, VD സതീശനെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരികയാണ് ചെയ്തത്. സത്യം പറഞ്ഞാൽ അന്ന് കോൺഗ്രസിൻ്റെ പാർലമെൻ്ററി പാർട്ടിയിൽ രമേശ് ചെന്നിത്തലയ്ക്ക് അത്യാവശ്യം പിന്തുണയുണ്ടായിരുന്നു. അദ്ദേഹം ഒരു നല്ല പ്രതിപക്ഷ നേതാവായിരുന്നു. സർക്കാരിനെതിരെ ധാരാളം പുതിയ വിവരങ്ങൾ, അല്ലെങ്കിൽ അഴിമതി ആരോപണങ്ങളൊക്കെ പുറത്തു കൊണ്ടുവന്ന ആളായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് UDFനെ അധികാരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിച്ചില്ല. അപ്പോഴും നമ്മൾ രമേശ് ചെന്നിത്തലയെ പറ്റി പറയേണ്ടത്, UDFൻ്റെ പരാജയത്തിന് അദ്ദേഹം ഒരു കാരണക്കാരനായിരുന്നില്ല. പക്ഷേ കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനിച്ചത് പുതിയൊരു നേതാവ് വരണം എന്നാണ്. അങ്ങനെയാണ് VD സതീശൻ പ്രതിപക്ഷ നേതാവായത്. അത് UDFനും കോൺഗ്രസിനും വലിയ തോതിൽ ഗുണകരമായി തീരുകയും ചെയ്തു. ഇവിടെതാ ഈ പാർട്ടിയെയും മുന്നണിയെയും തകർത്ത് തരിപ്പണമാക്കിയ ക്യാപ്റ്റൻ, അദ്ദേഹത്തെ തന്നെ വീണ്ടും ക്യാപ്റ്റനാക്കണമെന്ന് പറയുക. ഒരു കപ്പലിനെ നടുക്കടലിൽ മുക്കിക്കളഞ്ഞ ആളാ, അദ്ദേഹത്തെ വീണ്ടും കപ്പിത്താനാക്കണമെന്ന് പറയുമ്പോൾ ആ പാർട്ടിയുടെ ഒരു അവസ്ഥയെപ്പറ്റി നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. പാർട്ടിയുടെ ജനകീയ പിന്തുണ, അല്ലെങ്കിൽ പാർട്ടിക്ക് വേണ്ടി വോട്ട് ചെയ്യുന്നവരുടെ എണ്ണം വലിയ തോതിൽ കുറഞ്ഞു പോയത്, പാർട്ടി വോട്ടുകൾ തന്നെ ചോർന്നു പോയത് ഈ നേതാക്കളാരും ശ്രദ്ധിക്കുന്നേയില്ല. ആലോചിച്ച് നോക്കണം, CPMൻ്റെ ചരിത്രത്തിൽ ഇല്ലാത്ത തരത്തിൽ 3 വിമത സ്ഥാനാർത്ഥികൾ, അവർക്ക് UDFൻ്റെ പിന്തുണ ഉണ്ടായിരുന്നു, അത് സമ്മതിക്കുന്നു. തളിപ്പറമ്പിലും പയ്യന്നൂരിലും അമ്പരപ്പിക്കുന്ന വിജയമാണ് നേടിയത്. പാർട്ടി നേതൃത്വം ഒരിക്കലും അത് പ്രതീക്ഷിച്ചിരുന്നില്ല. ഈ 3 നിയോജക മണ്ഡലങ്ങളിലെ പാർട്ടി കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചതാണ്. TK ഗോവിന്ദനെയും കുഞ്ഞികൃഷ്ണനെയും G സുധാകരനെയൊക്കെ തോൽപ്പിക്കുന്നതിന് അവരുടെ സർവ്വസന്നാഹങ്ങളും അവിടെ ഒരുക്കി, സകല ശക്തിയും അവിടെ പ്രയോഗിച്ചു. എന്നിട്ടും ജയിച്ചു വന്നത് UDFൻ്റെ വോട്ട് കൊണ്ട് മാത്രമല്ല, CPMകാരുടെ വോട്ട് കൊണ്ട് കൂടിയാണ്.
വലിയ തോതിൽ പാർട്ടി അംഗങ്ങളുടെയും അനുഭാവികളുടെയും സമാന ചിന്താഗതിക്കാരുടെയും ഒക്കെ വോട്ടിൽ ചോർച്ച സംഭവിച്ചിരിക്കുകയാണ്. അത് ഈ പാർട്ടി ഇപ്പോൾ മനസ്സിലാക്കുന്നില്ല. മനസ്സിലാക്കുന്നുണ്ടാവും, അവർക്കറിയാമായിരിക്കും, പക്ഷെ അത് സമ്മതിച്ചു കൊടുക്കാൻ തയ്യാറല്ല. അവരിപ്പോഴും വിചാരിച്ചിരിക്കുന്നത് വലിയൊരു മഹാപ്രസ്ഥാനമാണ് CPM എന്ന. അവരുടെ മുമ്പിൽ ഊരാളുങ്കൽ നിർമ്മിച്ച ഉത്തുംഗമായ പുതിയ AKG മന്ദിരം, തലസ്ഥാനത്തെ മറ്റ് സ്വത്തുവകകൾ, ജില്ലകളിലുള്ള സ്വത്ത്, മാധ്യമ സ്ഥാപനങ്ങൾ, ആശുപത്രികൾ പോലുള്ള സ്ഥാപനങ്ങൾ, അതൊക്കെയാണ് അവരുടെ മനസ്സിൽ. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു മഹാപ്രസ്ഥാനമാണ്. പക്ഷേ അതിന് ബലം കൊടുക്കുന്നത്, അതിന് അടിത്തറയായി നിന്നത് പ്രവർത്തകരായിരുന്നു. അവരൊഴുക്കിയ ചോരയും വിയർപ്പുമായിരുന്നു. പക്ഷെ അവരുടെ ഒരു നല്ല ശതമാനം പാർട്ടിയിൽ നിന്ന് വിട്ടുപോകുന്നിട്ട് അവർ ശാശ്വതമായിട്ട് വിട്ടുപോകുന്നു എന്നൊന്നും പറയുന്നില്ല. അവർ ഈ തവണത്തെ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയെ കൈവിട്ടു. അത് മനസ്സിലാക്കാതെയാണ് ഇപ്പോഴും ആ പാർട്ടി തെരഞ്ഞെടുപ്പ് പരാജയത്തെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. 2021 CPM നയിക്കുന്ന മുന്നണിക്ക് 45.28% വോട്ടാണ് ലഭിച്ചത്. പക്ഷേ ഇത്തവണ 2026 അത് 37.66 എന്ന് വെച്ചാൽ 7.62% കുറവ്. 7% എന്ന് പറഞ്ഞാൽ എത്ര ലക്ഷം വോട്ടുകളാണ് എന്ന് കണക്ക് കൂട്ടിയാൽ മനസ്സിലാകും. ആ ചോർച്ചയാണ് ഇപ്പോൾ CPM മുന്നണിക്ക് സംഭവിച്ചിരിക്കുന്നത്. പക്ഷേ അതൊന്നും മനസ്സിലാക്കാനോ അതനുസരിച്ച് കാര്യങ്ങൾ നീക്കാനോ അവർ തയ്യാറാവുന്നില്ല. പാർശ്വവർത്തികൾക്കും വാഴ്ത്തുപാട്ടുകാർക്കും ഒഴികെ എല്ലാവർക്കും വാസ്തവത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് മനസ്സിലായിട്ടുണ്ട്. അവർക്കും അറിയാം, പക്ഷെ അവരത് പുറത്തു പറയുകയോ സമ്മതിക്കുകയോ ചെയ്യില്ല എന്ന് മാത്രമാണ്. യഥാർത്ഥ കാരണക്കാരൻ ശ്രീ പിണറായി വിജയനാണ്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തന രീതിയാണ്, അദ്ദേഹത്തിൻ്റെ ധിക്കാരവും ധാർഷ്ട്യവും അഹങ്കാരവും അഹന്തയും, അദ്ദേഹം നേതൃത്വം കൊടുത്ത് നടത്തിയ ധൂർത്ത്, കോടിക്കണക്കിന് ധൂർത്ത്, ഈ സംസ്ഥാനം സാമ്പത്തിക പ്രതിസന്ധിയിൽ ഉഴലുമ്പോൾ പോലും നടത്തിയ ധൂർത്ത്, ഇതൊക്കെയായിരുന്നു പ്രധാനപ്പെട്ട കാരണം. പാർട്ടിയിൽ ആരും അദ്ദേഹത്തിനെതിരായിട്ട് ഒരു ശബ്ദം പോലും ഉയർത്തിയില്ല. അതിനെ വിമർശിക്കാൻ ആർക്കും ധൈര്യമുണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ അതിനൊരു അവസരം കൊടുത്തില്ല. അഭിപ്രായം പറയാൻ ആ പാർട്ടിയിൽ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല. അതായിരുന്നു പിണറായിയുടെ ഭരണകാലത്തെ CPM എന്ന് പറയുന്നത്. സാധാരണഗതിയിൽ CPM പോലുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിൽ പാർട്ടി വേദികളിൽ അഭിപ്രായം പറയാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും ഉണ്ടാവും. പാർട്ടി വേദികളുടെ പുറത്തേക്ക് അത് കൊണ്ടുപോകരുത് എന്ന് മാത്രമേ ഉള്ളൂ. EM ശങ്കരൻ നമ്പൂതിരിപ്പാടിനെ പോലും വിമർശിച്ച പാരമ്പര്യം ഈ പാർട്ടിക്ക് ഉണ്ട്. പക്ഷേ പിണറായി ഭരിച്ച 10 വർഷക്കാലത്ത് അതിനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല. ചക്കിക്കൊത്ത ശങ്കരൻ എന്ന് പറഞ്ഞതുപോലെ കോടിയേരി ബാലകൃഷ്ണന് ശേഷം ഗോവിന്ദൻ മാഷ് സെക്രട്ടറി കൂടിയായതുകൂടെ കാര്യം കുശാലായി. അദ്ദേഹത്തിനാണെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് എടുത്തപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയെ സ്ഥാനാർത്ഥിയാക്കാനുള്ള തിടുക്കവും തിരക്കുമായിരുന്നു. പല നേതാക്കളെ മറികടന്നുകൊണ്ടാണ് അദ്ദേഹം ഇത് ചെയ്തത്. ഈ കാലത്തിനിടയിൽ ധാരാളം നേതാക്കളെ, അതായത് പ്രമുഖരായ നേതാക്കളെ മത്സരിച്ച ടേമിൻ്റെ എണ്ണം പറഞ്ഞ്, അല്ലെങ്കിൽ 75 വയസ്സായി എന്ന കാര്യം പറഞ്ഞ് മത്സര രംഗത്ത് നിന്ന് ഒഴിവാക്കി. അതെന്തിനു വേണ്ടിയായിരുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഭാവിയിൽ സ്വന്തം മരുമകന് ഭീഷണിയാകാൻ സാധ്യതയുള്ളവരെയൊക്കെ തെരഞ്ഞുപിടിച്ച് ഒഴിവാക്കുകയാണ് ചെയ്തത്. ഓരോരുത്തരുടെയും പേരുകളോടെ പറയുന്നില്ല. കണ്ണൂരിൽ P. ജയരാജൻ, അദ്ദേഹത്തിൻ്റെ പ്രവർത്തന പാരമ്പര്യം വെച്ച് നോക്കുമ്പോൾ ഈ പാർട്ടിയുടെ പ്രധാന അധികാര സ്ഥാനങ്ങളിലൊക്കെ വരാൻ പറ്റുന്ന ആളായിരുന്നു. പിണറായിക്ക് ശേഷം ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ കരുതപ്പെട്ട ആളായിരുന്നു ശൈലജ ടീച്ചർ. ശൈലജ ടീച്ചറെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകരയും നിയമസഭയിൽ സണ്ണി ജോസഫ് മത്സരിക്കുന്ന പേരാവൂരും നിർത്തി പരാജയപ്പെടുത്തി നാണം കെടുത്തുകയാണ് ഈ പാർട്ടി ചെയ്തത്. തോമസ് ഐസക്കിനെ പോലുള്ളവരെയൊന്നും അടുപ്പിച്ചു പോലുമല്ല. അങ്ങനെ ഈ പാർട്ടി സ്വന്തം കയ്യിൽ കൊണ്ടു നടക്കുകയായിരുന്നു പിണറായി വിജയൻ. അതിൻ്റെ ഫലമാണ് ഇപ്പോഴേ ഈ പാർട്ടി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പാർട്ടി നേതൃത്വത്തിനെതിരായിട്ടുള്ള വലിയ പ്രതിഷേധം ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ്റെ ഫേസ്ബുക്ക് അക്കൗണ്ടിന് താഴെ കമൻറ്റുകൾ, സഹാക്കളുടെ സഹയാത്രികരുടെ കമൻറ്റുകൾ അവർ പൊങ്കാലയിട്ടുകൊണ്ടിരിക്കുകയാണ്. P. ജയരാജന് അനുകൂലമായിട്ട് കണ്ണൂരിലെ വിവിധ സ്ഥലങ്ങളിൽ ഫ്ലക്സുകൾ ഉയരുന്നു. P. ജയരാജനെ വിളിക്കൂ, പാർട്ടിയെ രക്ഷിക്കൂ എന്ന മുദ്രാവാക്യമാണ് അതിൽ കാണുന്നത്. പാലക്കാട്ടും
കായം കൊടുത്തും തെരഞ്ഞെടുപ്പ് തോൽവിയുടെ പേരിൽ അടിപൊട്ടിക്കഴിഞ്ഞു. ഇന്നലെ നടന്ന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ നിന്ന് ഇ.പി. ജയരാജൻ വിട്ടുനിന്നു. ചർച്ച ചെയ്തിട്ട് എന്ത് കാര്യം? യഥാർത്ഥ കാരണങ്ങളിലേക്ക് ചർച്ച പോവില്ലല്ലോ എന്ന് അറിയാം. അത് മനസ്സിലാക്കിക്കൊണ്ടാവണം അദ്ദേഹം വരാതിരുന്നത്. അതുമാത്രമല്ല, തളിപ്പറമ്പിൽ നിന്ന് വിമതനായി ജയിച്ച ടി.കെ. ഗോവിന്ദൻ കോടിയേരി ബാലകൃഷ്ണൻ്റെ ഭവനത്തിലെത്തുന്നു, വീട്ടിലെത്തുന്നു. അവിടെ മകൻ ബിനീഷ് കോടിയേരിയും ഭാര്യ വിനോദിനിയും അദ്ദേഹത്തെ സ്വീകരിക്കുന്നു. ഞങ്ങൾ ടി.കെ. ഗോവിന്ദനെ വർഗവഞ്ചകനെന്ന് വിളിക്കില്ല എന്ന് വിനോദിനി പറയുന്നു. അത് പിണറായി വിജയൻ പറഞ്ഞതിൻ്റെ നേർവിപരീതമായ കാര്യങ്ങളാണ്. വർഗവഞ്ചകൻ എന്ന് ഗോവിന്ദനെ വിളിച്ചത് പിണറായി വിജയനാണ്. കോടിയേരി ഉണ്ടായിരുന്നുവെങ്കിൽ ഇതൊന്നും സംഭവിക്കുകയില്ലായിരുന്നുവെന്ന് ടി.കെ. ഗോവിന്ദൻ പറഞ്ഞു. അത് കൃത്യമായ ഒരു രാഷ്ട്രീയ പ്രസ്താവനയാണ്. കോടിയേരി ബാലകൃഷ്ണനെ ഒരു തട്ടിലും മറുഭാഗത്ത് പിണറായി വിജയനെയും ഗോവിന്ദൻ മാസ്റ്ററെയും പ്രതിഷ്ഠിച്ചുകൊണ്ടുള്ള ഒരു താരതമ്യമാണത്, ഒരു കമ്പാരിസണാണത്. അതൊരു ചെറിയ കാര്യമല്ല. സെക്രട്ടേറിയറ്റിൽ ധാരാളം വിമർശനങ്ങളൊക്കെ ഉണ്ടായി. അതിനെക്കുറിച്ചുള്ള വാർത്തകളൊക്കെ പുറത്തു വരുന്നുണ്ട്. പക്ഷേ അതുകൊണ്ട് കാര്യമുണ്ടോ? അതുകൊണ്ട് മാത്രം കാര്യമുണ്ടോ? വാസ്തവത്തിൽ ഇതുപോലൊരു തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷം അതിൻ്റെ കാരണങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് ഈ സർവനാശത്തിലേക്ക് പാർട്ടിയെ നശിച്ച സമയത്ത് സെക്രട്ടറി ആയിരുന്ന എം.വി. ഗോവിന്ദൻ മാസ്റ്റർ രാജിവെച്ചതിന് ശേഷമാകണമായിരുന്നു. 1-2 ദിവസം ഈ ചർച്ച വൈകിയതുകൊണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. തോൽവിയിലേക്ക് നയിച്ചവരുടെ നേതൃത്വത്തിൽ തോൽവിയുടെ കാരണങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടോ പരിഹാര നിർദ്ദേശങ്ങൾ ഉണ്ടായിട്ടോ എന്താണ് പ്രയോജനം? അല്ലെങ്കിൽ തന്നെ ആർക്കാണ് എന്തുകൊണ്ട് തോറ്റുവെന്ന് അറിയാൻ മേലാത്തത്? ബാലസംഘത്തിൽ പ്രവർത്തിക്കുന്ന പ്രൈമറി സ്കൂൾ വിദ്യാർത്ഥിക്ക് പോലും അറിയാം എന്തുകൊണ്ടാണ് തൻ്റെ പാർട്ടി തോറ്റതെന്ന്, മുന്നണി തോറ്റതെന്ന്. തോൽവിക്ക് നേതൃത്വം കൊടുത്ത, അല്ലെങ്കിൽ ഈ തോൽവിക്ക് കാർമ്മികത്വം വഹിച്ച എം.വി. ഗോവിന്ദൻ്റെ നേതൃത്വത്തിൽ ചർച്ച ചെയ്തിട്ട് എന്ത് പ്രയോജനം? അതിൻ്റെ കാരണഭൂതരായ പിണറായി വിജയൻ്റെ സാന്നിധ്യത്തിൽ അത് ചർച്ച ചെയ്തിട്ട് എന്താണ് നേടാൻ പോകുന്നത്? അദ്ദേഹം സെക്രട്ടേറിയറ്റിൽ മിണ്ടിയില്ലെന്നാണ് പറയുന്നത്. അക്ഷരം പോലും മിണ്ടിയില്ലത്രേ. ഇനി LDFിൻ്റെ പരാജയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ നിർഭയം സംസാരിക്കാനുള്ള അവസരം അംഗങ്ങൾക്കുണ്ടായിരിക്കുമെന്ന് നമ്മുടെ എം.വി. ഗോവിന്ദൻ പറയുന്നു. എന്തോ ഒരു ഔദാര്യമാണ്. അങ്ങനെ പറയാൻ തന്നെ ഒരു ധൈര്യം വേണം കേട്ടോ, അത് വേറൊരു കാര്യം. അതുമാത്രമല്ല, ഇപ്പോൾ അങ്ങനെ നിർഭയം സംസാരിക്കാൻ, അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ആ പാർട്ടിയിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതിൻ്റെ തെളിവ് കൂടിയാണ് എം.വി. ഗോവിന്ദൻ്റെ ഈ ഔദാര്യം പറിച്ചത്. നിർഭയം സംസാരിക്കാൻ അംഗങ്ങൾക്ക് അവസരം നൽകുമത്രേ, അവസരം കിട്ടുമത്രേ. എന്തോ ഒരു ഭാഗ്യം. പാർട്ടി അടിമുടി തകർന്നിരിക്കുകയാണ്. അതിനെ മാറ്റിപ്പണിയാൻ പറ്റുന്നൊരു നേതൃത്വമാണ് ഇനി ഉണ്ടാകേണ്ടത്. അതിനു പറ്റിയൊരു നയപരിപാടിയാണ് ഈ പാർട്ടിക്ക് ഉണ്ടാവേണ്ടത്. CPM തകരാൻ പാടില്ല. CPM എന്ന് പറയുന്ന പാർട്ടിയെ ഈ സംസ്ഥാനത്തിന് ആവശ്യമുണ്ട്. പശ്ചിമ ബംഗാളിൽ മമതയെ വീഴ്ത്തിക്കൊണ്ട് BJPയുടെ അവിടുത്തെ അജണ്ട പൂർത്തിയായി കഴിഞ്ഞു. ഇനി ഒരുപക്ഷെ അവർ തിരിയുന്നത് കേരളത്തിലേക്കായിരിക്കും. അതുകൊണ്ടാണ് പറഞ്ഞത് CPMനെ ഈ സംസ്ഥാനത്തിന് ആവശ്യമുണ്ട്.